Sridhar Jewellers, Gold and Diamonds, presenting an extraordinary collections of gold and diamonds. 75 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം. Sridhar Jewellers, since 1950, east of Central Junction, KP Road, Adur. തിരുവാഭരണപാതയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാൻ 2 വർഷങ്ങൾക്ക് മുൻപേ തന്നെ തിരുവാഭരണപാത സംരക്ഷണ സമിതി ഹൈക്കോടതിയിൽ നിന്നും വിധി നേടിയെടുത്തെങ്കിലും ഇതുവരെയും ഒരു നടപടികളും തുടങ്ങിയിട്ടില്ല. വിധി നടപ്പാക്കേണ്ട ജില്ലാ ഭരണകൂടത്തിന്റെ മെല്ലെപ്പോക്ക് നയം തുടരുകയാണെങ്കിൽ വിധി നടപ്പാക്കുന്നതുവരെ പ്രക്ഷോഭങ്ങൾ തുടരുമെന്ന് തിരുവാഭരണപാത സംരക്ഷണ സമിതി സെക്രട്ടറി പ്രസാദ് കുഴിക്കാല. തിരുവാഭരണ പാതയിലെ കയ്യേറ്റം കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ തന്നെ വരുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇവിടെ ഒരു 4-5 മീറ്ററോളം ഇറക്കി വെച്ച് കെട്ടിയിരിക്കുന്നതാണ്. നമ്മൾ ഈ നിൽക്കുന്ന ഈ കെട്ടിൻ്റെ അകത്ത് 4 മീറ്റർ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ അത്രയും സ്ഥലത്ത് കയ്യേറ്റം ഇങ്ങനെയുള്ള 43 കിലോമീറ്ററിലും ഇതേ രീതിയിലുള്ള കയ്യേറ്റങ്ങളാണ് നിൽക്കുന്നത്. ഈ കെട്ട് തന്നെ നമുക്കറിയാം, ഇവിടെ വളരെ കുറച്ച് വീതികൾ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നിൽക്കുകയാണ് 8 മീറ്ററോളം അകത്ത് നിൽക്കുന്നു. അപ്പോൾ ഈ യാത്ര പോകുന്ന സമയത്ത് ഇടുങ്ങിയ വഴിയിലൂടെ മാത്രമാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ എല്ലാം വലിയ ഹൈവേക്ക് സമാനമായ ദൂരം ഇവിടെ എല്ലാം നിൽക്കുകയാണ്. പന്തളം മുതൽ ശബരിമല വരെയുള്ള തിരുവാഭരണ പാതയുടെ ദൂരം എന്ന് പറയുന്ന 83 കിലോമീറ്ററാണ്. അതിൽ 43 കിലോമീറ്റർ ലാഹ വരെയുള്ള സ്ഥലത്താണ് ജനവാസ കേന്ദ്രം എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള പൂങ്കാവനത്തിലെ യാത്ര ചെയ്യുന്ന 43 കിലോമീറ്ററുകളാണ് ഉള്ളത്. അതിലെ 43 കിലോമീറ്ററിൽ പന്തളം മുതൽ ലാഹ വരെയാണ് ആദ്യത്തെ അളവിൽ 485 കയ്യേറ്റങ്ങളും രണ്ടാമതുള്ള അളവിൽ 57 കയ്യേറ്റങ്ങളും കണ്ടെത്തിക്കൊണ്ട് 500-ന് മേളിൽ കയ്യേറ്റങ്ങളാണ് ഇന്ന് ഈ പാതയിലുള്ളത്. അതിൻ്റെ നാമമാത്രമായ ഭാഗം മാത്രമാണ് ഇന്ന് ഒഴിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒഴിപ്പിച്ചിട്ടുണ്ട് എങ്കിലും 10 മീറ്റർ ഉള്ളിടത്തെ 5 മീറ്റർ മാത്രമാണ് ഒഴിപ്പിച്ചിട്ടുള്ളത്. ബാലൻസ് സ്ഥലങ്ങളെല്ലാം ഒഴിപ്പിക്കാൻ കിടക്കുന്നു. വളരെയധികം ബിൽഡിങ്ങുകൾ, അതുപോലുള്ള സ്ഥാപനങ്ങൾ, അങ്ങനെ പല നിർമ്മാണ പ്രവർത്തികളാണ് ഈ പാതയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. തിരുവാഭരണ പാത സംരക്ഷണ സമിതിയാണ് 2019 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് നൽകി. ആ ഹൈക്കോടതി ഇത് പൂർണ്ണമായിട്ടും ഒഴിപ്പിക്കണം എന്നുള്ള ഉത്തരവിട്ടിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും അത് ജില്ലാ ഭരണകൂടത്തെ ഏൽപ്പിച്ചിട്ടും യാതൊരു നടപടിയും അതിനുശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിലെ ഓരോ 5 കിലോമീറ്ററും അല്ലെങ്കിൽ 10 കിലോമീറ്ററിനും ഇടയ്ക്ക് 5 സെന്റ് മുതൽ 1.5 ഏക്കർ വരെ സ്ഥലം ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ വിരിവെക്കുന്നതിന് വേണ്ടി പൂർവികരായിട്ടുള്ള ആളുകൾ അന്നേ കാലത്ത് കണ്ടിട്ടിരുന്ന സ്ഥലമാണ് ഇന്ന് കയ്യേറി അന്യാധീനപ്പെട്ടു പോയിട്ടുള്ളത്. അതെല്ലാം ഇന്ന് അളവിൽ കൂടി കണ്ടെത്തുകയും, പക്ഷേ ആ കണ്ടെത്തിയ സ്ഥലങ്ങളെല്ലാം ഇന്നും അവരവരുടെ കൈകളിൽ ഭദ്രമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. അത് പൂർണ്ണമായിട്ടും ഒഴിപ്പിക്കാനാണ് ഹൈക്കോടതി ഉത്തരവായിട്ടുള്ളത്. അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ പൂർണ്ണമായ അധികാരമാണ് അതിൽ ഉപയോഗിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഈ തിരുവാഭരണ പാതയെ മോചിതമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വർഷങ്ങളായിട്ട് കയ്യേറിപ്പോയ ഈ സ്വത്ത് എന്ന് പറയുന്ന അയ്യപ്പ ഭക്തന്മാർ 2 ദിവസം മാത്രമാണ് ശബരിമലയിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും മാത്രമാണ് ഉപയോഗിക്കുന്നത്. അല്ലാതുള്ള സമയങ്ങളിൽ ഈ നാട്ടിലുള്ള ജനങ്ങളാണ് ഈ പരമപ്രധാനമായിട്ടുള്ള ഇത്രയും വലിയ സ്വത്തുക്കളുടെ അധിപന്മാരായിട്ടുള്ളത്. പഞ്ചായത്തിനെയാണ് ഇത് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നമ്മളിവിടെ കാണാൻ കഴിഞ്ഞു, ഓരോ ദിവസവും ഇതിലുള്ള മരങ്ങൾ ഉൾപ്പെടെ കടത്തിക്കൊണ്ട് പോകുന്ന സ്ഥിതിയാണ് കുറച്ച് നാളുകളായിട്ട് കണ്ടുവരുന്നത്. അതിനെല്ലാം സർക്കാരിൽ കണക്കുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇതെല്ലാം ഈ കയ്യേറ്റക്കാരെ തന്നെ ബാധിക്കും എന്നുള്ളതിനും യാതൊരു സംശയവും വേണ്ടാത്തതാണ്. എന്തായാലും തിരുവാഭരണ പാത ഈ 43 കിലോമീറ്റർ ജനവാസ കേന്ദ്രത്തിലെയും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. അത് ഒഴിപ്പിച്ചു കിട്ടുന്നിടം വരെ അതിനുള്ള പോരാട്ടം നമ്മൾ നടത്തിക്കൊണ്ട് ഇരിക്കും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.